എൻ്റെ പൊന്നു ചങ്ങായി, നിങ്ങൾ സകലയിടത്തും പോയി ഈ ചക്കാത്തിൽ ഫുഡ് അടിക്കുന്ന പരിപാടി നിർത്ത്, വല്ല ജോലിയും ചെയ്ത് ജീവിക്കടോ. ഇങ്ങനെ ഒരു കമൻറ്റ് മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ വരാറുള്ളതാണ്. അതിൻ്റെ സ്ഥാനത്ത് ഈ എൻ്റെ പൊന്നു ചങ്ങായി എന്നുള്ള ഭാഗം ചിലപ്പോൾ പല രീതിയിലും മാറിയേക്കാം. എന്നാലും വല്ലയിടത്തും പോയി അധ്വാനിച്ച് ജോലി ചെയ്യുക എന്നുള്ളൊരു കമൻറ്റ് വരും. ഈ കമൻറ്റ് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് കരിയേഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് വന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കരിയർ ഒരുപക്ഷെ വ്ളോഗിങ് എന്ന ഭാഗത്തേക്ക് വരുന്നത് 2017 മുതലാണ്. അതുവരെ വ്ളോഗിങ്ങുമായിട്ടോ TV ആങ്കറിങ്ങുമായിട്ടോ പബ്ലിക് സ്റ്റേജിൽ ഇതുപോലെ സംസാരിക്കാനായിട്ടോ ഇപ്പോഴാണെങ്കിലും എൻ്റെ മുട്ട് കൂട്ടിടിച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. എൻ്റെ കൈ വിറയ്ക്കുന്നുമുണ്ട്. കാരണം പബ്ലിക്കായിട്ട് നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ക്യാമറയുടെ മുന്നിൽ ഞാൻ പല പ്രാവശ്യം നിന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് വേണ്ട, ഇത് നമ്മുടെ പരിപാടിയല്ല, വേറെ ആരെങ്കിലും നിർത്തി സംസാരിക്കാൻ ഞാൻ ക്യാമറ പിടിക്കാം എന്നുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും അന്നൊക്കെ ക്യാമറയുടെ മുന്നിൽ വ്ളോഗിങ് എന്ന് പറയാനായിട്ട് ആർക്കും താല്പര്യമില്ലായിരുന്നു. എന്ത് വ്ളോഗിങ്, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമോ, ഇതെന്തിനാടോ നീ ഇത് ചെയ്യുന്നത്, അങ്ങനെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, അതുകൂടാതെ റിലേറ്റീവ്സ്. ഏതായാലും അപ്പനും അമ്മയും അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ. അവർ രണ്ടുപേരും നീ എന്തേലും ചെയ്യേ, എന്തേലും ആയിക്കോട്ടെ, ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. 2001 ഞാൻ സോമാലിയയിൽ പോയതാണ്, ആഫ്രിക്കയിൽ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒളിച്ചോടി പോയെന്ന് തന്നെ പറയാം. പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഭാര്യ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. ഇപ്പം വെസ്റ്റ് ബംഗാളിൽ നിന്നാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ അളിയന്മാരാണല്ലോ ചുറ്റുവട്ടത്ത് മുഴുവൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഭാര്യ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. ഞങ്ങൾ ഒന്നിച്ച് MBA പഠിച്ചതാണ്. പ്രേമിച്ചു, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് വീട്ടുകാരുടെ സമ്മതം ആദ്യം അപ്പനോട് പറഞ്ഞു. അപ്പം അപ്പന് പറഞ്ഞു, എടാ പറ്റിയാലോ നീ അവളെ അങ്ങ് മറക്ക്, അതാ നല്ലത് നിനക്കും ഞങ്ങൾക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊണ്ട് മറക്കാൻ പറ്റത്തില്ല. അപ്പം പറഞ്ഞു എന്നാൽ നീ ഉടനെ ഒന്നും ഇങ്ങോട്ട് വരണ്ട. അപ്പം പതുക്കെ അങ്ങനെ ഒരു സാഹചര്യമായപ്പം ഞങ്ങൾ പതുക്കെ നേപ്പാളിൽ പോയി. ആദ്യം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിങ്ങിലായിരുന്നു ജോലി കിട്ടി. MBA ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മാർക്കറ്റിങ്ങിലേക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നു. മാർക്കറ്റിങ്ങിൽ ക്രോംപ്ടൺ ആൻഡ് ഗ്രീവ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജറായിട്ട് ജോലി കിട്ടി. ബാംഗ്ലൂരിൽ തുടങ്ങി. 3 മാസമേ വർക്ക് ചെയ്തുള്ളൂ. എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഇത് വാങ്ങാമോ എന്ന് ചോദിക്കുമ്പോഴത്തേന് അന്നേരം അവർ ചോദിക്കുന്നത് വിപ്രോയുടെ പ്രോഡക്റ്റ് ഇതിൽ നല്ലതാണല്ലോ, എന്തിനാണ് ഞങ്ങൾ ഇത് വാങ്ങുന്നത്, അതിന് ആ പ്രോഡക്റ്റ് ഇന്ന ക്വാളിറ്റീസ് ബെറ്റർ ആയിട്ടുണ്ട്, അതൊരു പക്ഷേ നിങ്ങളുടെ ഹോസ്പിറ്റലും വരും അല്ലേ, ഈ ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആരും പറയുകയാണെങ്കിൽ അപ്പുറത്തേതല്ലേ നല്ലത്, കുറച്ചുകൂടി, ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല, അപ്പോൾ അതല്ലേ നല്ലത്, അവിടെ ഇന്ന ഫെസിലിറ്റി. അതേ തന്നെ മാർക്കറ്റിങ്ങിലും നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട്. 3 മാസം കൊണ്ട് മാർക്കറ്റിങ്ങിൻ്റെ പരിപാടി പൂട്ടിക്കെട്ടി. ഡെവലപ്മെൻറ്റ് സയൻസ് ആകുമ്പോഴത്തേന് സമാധാനമുണ്ട്. ആരെങ്കിലും സഹായിച്ചാൽ മതി, സഹായിക്കാനായിട്ട് ഫണ്ട് ആരെങ്കിലും തരും, നമ്മളെടുത്ത് അങ്ങോട്ട് സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നേപ്പാളിൽ കാഠ്മണ്ഡുവിൽ 6 മാസമായപ്പോഴത്തേന് അവിടെയുള്ള കുറേ മലയാളികൾ കാര്യങ്ങൾ അറിഞ്ഞു. അന്ന് ഞാൻ കല്യാണം കഴിച്ചു കേട്ടോ. MBA കഴിഞ്ഞ് അന്നേരം തന്നെ 21 വയസ്സാവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കല്യാണം കഴിക്കാനായിട്ട്. അപ്പോൾ MBA കഴിഞ്ഞു, അന്നേരം കല്യാണം കഴിച്ചു. നേപ്പാളിൽ കാഠ്മണ്ഡുവിലെത്തി. 6 മാസമായപ്പോഴേ കുറേ മലയാളികൾ കണ്ടുപിടിച്ചു ഇവനും വേറൊരുത്തിയും കൂടെ അവിടെ താമസിക്കുന്നുണ്ട്. ഒന്നിച്ചാ താമസം. വാർത്ത ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലങ്ങ് പരന്നു. അപ്പോൾ പിന്നെ നേപ്പാളിൽ നിന്ന് എങ്ങനെയും ചാടണം. അങ്ങനെയാണ് സോമാലിയയിലെത്തുന്നത്. സോമാലിയയിൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ തന്നെ കിട്ടി. സോമാലിയ അങ്ങനെ ആഫ്രിക്കയിൽ പല രാജ്യങ്ങളായിട്ട് 16 വർഷത്തോളം വർക്ക് ചെയ്തു. 2016 നാട്ടിൽ തിരിച്ചു വന്നു. അപ്പനും അമ്മയ്ക്കും ഭയങ്കര നിർബന്ധം നാട്ടിൽ വരണം, ഒറ്റ മോനാണ്, അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കണം. അങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നാൽ ചുമ്മാ കുത്തിയിരിക്കാൻ പറ്റിയല്ലോ, എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ. ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ച് ബിസിനസ് തുടങ്ങി. എനിക്ക് തോന്നുന്നത് സാധാരണ ജനിക്കേണ്ട കുഞ്ഞിനേക്കാളും നേരത്തെ ജനിച്ചു പോയ കുഞ്ഞായിരുന്നു എൻ്റെ ബിസിനസ് എന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബോക്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. കുട്ടികൾക്ക് ഞാൻ ഈ പഠിക്കുന്ന സമയത്തെ സയൻസൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാപ്പിലറി ആക്ഷൻ, എക്സാമ്പിൾ പറയുക, കാപ്പിലറി ആക്ഷൻ എന്നുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് കപ്പേലറി ആക്ഷൻ എന്ന് മനസ്സിലങ്ങ് പാഠം പഠിക്കും. അതാകുമ്പോഴത്തേനും അത് ഓർത്തിരുന്നോളൂല്ലോ, കപ്പേലറി ആക്ഷൻ. അത് തന്നെയാണ് നമ്മൾ പലരും ചെയ്യുന്നത്. അത് പിന്നീട് അതെന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് നമുക്ക് അറിയത്തുമില്ല. പക്ഷേ അതിന് മാറ്റമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ടും ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടും പിള്ളേർക്ക് ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് വീട്ടിൽ പഠിക്കാനായിട്ടുള്ള ഒരു സൗകര്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ ബോക്സ് അറേഞ്ച് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ചില സ്കൂളുകളിലൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർക്ക് 25% കമ്മീഷൻ വേണമെന്ന് പറഞ്ഞു, അത് അവിടെ വിൽക്കണമെന്നുണ്ടെങ്കിൽ.
അപ്പോൾ പിന്നെ എനിക്ക് ആ പാടെ 10% പ്രോഫിറ്റ് ഇട്ടാണ് ഞാൻ വിൽക്കാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്തുനിന്ന് 25% അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നുമില്ല, ഞാൻ അങ്ങോട്ടും 15% കൊടുക്കേണ്ട അവസ്ഥ വരും. പിന്നെ അത് നേരത്തെ തന്നെ അത് പെട്ടി മടക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് ഈ ഫുഡ് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, രുചികളും ഇഷ്ടമായിരുന്നു. എത്യോപ്യയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വീഡിയോസ് കാണുമായിരുന്നു യൂട്യൂബിൽ. അന്ന് മാർക്ക് വീൻസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി നായർ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുത്തെ രുചികളൊക്കെ പരിചയപ്പെടുത്തുമായിരുന്നു. ഇവരുടെയൊക്കെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാമല്ലോ, ഫുഡ് കഴിക്കുന്ന കാഴ്ച കൊള്ളാം. പുള്ളി മാർക്ക് വീൻസ് ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ട് വാവ് ദിസ് ഇസ് സോ ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങ് ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വന്നാൽ പതുക്കെ ഫുഡിനെ കുറിച്ച് പറയാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ എന്നാൽ കുറച്ച് യാത്രയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. യാത്രയുടെ വീഡിയോസ് പതുക്കെ എടുത്തു. ഏകദേശം 10-20 വീഡിയോസ് എടുത്തു. ഈ വീഡിയോസൊക്കെ എടുത്തിട്ടും യാത്രയുടെ വീഡിയോസിനൊക്കെ മാക്സിമം ഒരു 500 വ്യൂസ് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ ഒരു 1000 വ്യൂസ് കിട്ടും. അത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എടാ നമ്മുടെ എറണാകുളത്ത് ഒരു ഷാപ്പുണ്ട്, മുല്ലപ്പന്തൽ ഷാപ്പ്. അവിടെ പോയി അവിടെ നല്ല ഫുഡാണെന്നാണ് പറഞ്ഞു, നമുക്കൊരു വീഡിയോ ചെയ്താലോ? ഞാൻ പറഞ്ഞു നോക്കാം, വീഡിയോ ചെയ്യാം. അവിടെ എന്ത് പോയി വീഡിയോ ചെയ്യാനാ? അത് നല്ല രസമുള്ള ഷാപ്പാണെന്നാണ് കേട്ടത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന്, ഇത് വർഷം കുറേ മുമ്പാണ്, ഇന്നത്തെ മുല്ലപ്പന്തൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അന്നൊരു പ്രാവശ്യം പോയതുള്ളൂ. ഇപ്പം മുല്ലപ്പന്തൽ വേറെയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ കുറേ അമ്മച്ചിമാരൊക്കെയാണ് പാചകം ചെയ്യുന്നത്, അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് വീഡിയോ ഇട്ടു. സാധാരണ 500 വ്യൂസും 800 വ്യൂസും കിട്ടിവരുന്ന എനിക്ക് ആ ഒരു വീഡിയോയ്ക്ക് ഷാപ്പായതുകൊണ്ടാണോ അതോ രുചി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും അതിന് കയറി പിടിച്ച് 35,000 വ്യൂസ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എന്നാൽ കുറച്ച് ഫുഡ് വീഡിയോസ്. അന്നേരം ഫുഡിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആരും തന്നെ മലയാളത്തിലില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ കുറച്ച് ഫുഡ് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ കുറേശ്ശെ ഫുഡ് വീഡിയോസും കൂടെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ പറഞ്ഞ പോലെ കമൻസ് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഔട്ട് ഓഫ് ദ ബോക്സ് പ്രൊഫഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേന് എല്ലാം അത്ര സ്മൂത്ത് റൺ ആവണമെന്നൊന്നുമില്ല. അതിന് പാഷൻ്റെ പുറകെ നമ്മൾ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യാൻ, ഏത് പ്രൊഫഷനെ പോലെ തന്നെയും ഈ ഔട്ട് ഓഫ് ദ ബോക്സ് പ്രൊഫഷൻസിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യണം. ഇറ്റ്സ് എ വ്ളോഗർ. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, നിനക്ക് നല്ല സുഖമല്ലേടാ, നീ ചുമ്മാ പോയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ പോരെ, പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നിനക്ക് പോകാം, എൻജോയ് ചെയ്യാം, ആൾക്കാരൊക്കെ കാണാം. പക്ഷേ ഇതിൻ്റെ പിന്നിലും പ്രയത്നങ്ങളുണ്ട്. വെയിലും കൊണ്ട്, അതുപോലെ തന്നെ തീയുടെ ചൂടത്ത് നമ്മൾ അകത്ത് കയറി നിന്ന് വേണം ഷൂട്ട് ചെയ്യാനായിട്ടെല്ലാം. അപ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും ഒന്നും നമ്മൾ ചെല്ലുന്ന അന്നേരം എല്ലാവരും വെൽക്കമിങ് ഒന്നും ആയിരിക്കണമെന്നില്ല. മിക്കവാറും സ്ഥലങ്ങളിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ തുടക്ക സമയമാണ്, മേ ബി അറൗണ്ട് 40 to 50 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടാവും. ഒരു ഷാപ്പിൽ നമ്മളവിടെ ചെന്നു, ഷാപ്പിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്, പെർമിഷൻ ചോദിക്കാനായിട്ട് നിൽക്കുകയാണ്, നമ്മൾ വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ അവിടുത്തെ പാചകക്കാരനോട് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾ ഇവിടെ ഒരു വീഡിയോ എടുത്തോട്ടെ. പുള്ളി പറഞ്ഞു, ഇല്ല, മുതലാളിയോട് പറയണം, മുതലാളി വരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി, മുതലാളി ഒന്ന് വിളിക്കുമോ? പറഞ്ഞു മുതലാളി ഇപ്പം വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പുറകെ പോയി മുതലാളി വിളിക്കുകയും ചെയ്തു. ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ക്യാമറ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. ഞാനും ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുമാണ് കൂടെയുള്ളത്. പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുതലാളി ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ വന്നു. എന്തുവാ? ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുക്കാനായിട്ട് അനുവാദം ചോദിക്കാൻ നിൽക്കുക. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഓരോരുത്തന്മാരിങ്ങനെ വന്നോളും വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട്, ഫുഡ് അടിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നോളൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡും വേണ്ട, ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ പൈസ അങ്ങോട്ട് തരുകയും ചെയ്യാം, വീഡിയോ ഞങ്ങളൊരു സന്തോഷത്തിന് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ ഞങ്ങൾ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല, എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ അനുവാദം തന്നാൽ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. പുള്ളി അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. പുള്ളിക്കാരൻ ഞങ്ങളെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്ത് തന്നെ പുറത്താക്കി. അത് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് മാർക്ക് വീൻസ് നാട്ടിൽ വരുന്നത്. മാർക്ക് വീൻസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഫുഡ് ബ്ലോഗറാണ്. ഈസ് വെരി ഫേമസ്. സോ ഈ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ കുറേ ഷാപ്പ് വീഡിയോസും കേരളത്തിൽ വന്ന, എൻ്റെ കൂടെ തന്നെയായിരുന്നു പുള്ളിക്കാരൻ കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ആ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പതുക്കെ വേറൊരു മാഷിനോട് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ആ പുള്ളിക്കാരനെ ഒന്ന് ഫോൺ ചെയ്യുമോ, ഒന്ന് വന്ന് വീഡിയോ എടുക്കാൻ പറയുമോ എന്ന് പറഞ്ഞു. ആദ്യം എന്നെ ആട്ടി ഇറക്കിയതാണ് അവിടുന്ന്. അത് കഴിഞ്ഞ് അതേ പുള്ളിക്കാരൻ തന്നെയാണ് എന്നോട് എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരൻ നേരിട്ട് വിളിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിക്കാരനൊന്ന് വിളിക്കാറുണ്ടല്ലോ, എന്നെ ഇങ്ങനെ അവിടെ നിന്ന് എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നതാണ്, പുള്ളിക്കാരൻ നേരിട്ടൊന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ. ഇല്ല എബിനെ, അദ്ദേഹം വിളിച്ചതായിട്ട് തന്നെ കരുതിക്കൂ, ഞാൻ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് വീഡിയോ ചെയ്തില്ല ചേട്ടാ, കാരണം എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കിയതാണ്. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വിളിച്ച് ക്ഷമ ചോദിച്ചാൽ മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ ഇതുവരെ ഞാൻ അവിടെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ഷാപ്പാണ്, നല്ല രുചികൾ വിൽക്കുന്ന ഒരു ഷാപ്പാണ്. ഷാപ്പിനെ കുറിച്ച് ഞാൻ മോശം പറയുന്നില്ല, എൻ്റെ അനുഭവത്തെക്കുറിച്ച് മാത്രമേ ഞാൻ മോശം പറയത്തുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടുകൾ എല്ലാ ഭാഗത്തും ഉണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി എക്സ്പീരിയൻസസും ഫുഡ് ബ്ലോഗിങ്ങളുണ്ട്. പൊതുവെ ഫുഡ് ബ്ലോഗേഴ്സ്, ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ചു എന്നുള്ളതൊരു ഭാഗം പോസിറ്റീവ് സൈഡാണ്. അതേസമയത്ത് ഒരു വ്ളോഗർ എന്ന് പറഞ്ഞാൽ പൊതുവെ പുച്ഛമാണ് സൊസൈറ്റിക്ക്. വ്ളോഗിങ് ഇതിൻ്റെ കാര്യം പറയാം. അടുത്തിടയ്ക്ക് ഒരു റിസോർട്ടിൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്, ഞങ്ങൾ അവിടെ പോയി താമസിക്കുകയാണ്. വീഡിയോ എടുക്കുന്നൊന്നുമില്ല, ചുമ്മാ താമസിക്കുകയാണ്. താമസിക്കുന്ന സമയത്ത് ആ റിസോർട്ടിൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിയർ വന്നു. ഹോട്ടലിയർ വന്നപ്പോഴത്തേന് ആ റിസോർട്ടിൻ്റെ മാനേജർ തന്നെ ഇങ്ങനെ പറഞ്ഞു, ഇത് എബിൻ ചേട്ടനാണ്, പുള്ളിക്കാരൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിലാണ്, യൂട്യൂബിൽ ചാനലുണ്ട്. അന്നേരം ഈ ഹോട്ടലിയർ പറഞ്ഞു, ഇപ്പം എല്ലാ അവന്മാരും വീഡിയോ ആയിട്ട് നടക്കുകയാണ്, കയ്യിൽ ഓരോ ക്യാമറയും കാണും, അവന്മാർ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്, എന്നിട്ട് വ്ളോഗർ എന്നുള്ള പേരുമുണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇത് പറഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പുറത്തുനിന്ന് 2 ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ അടുത്ത് വന്നു. എബിൻ ചേട്ടനല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ, ഞങ്ങൾ UK-ലാണ്, വീഡിയോസ് കാണാറുണ്ട്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എബിൻ ചേട്ടൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു അതിന് സന്തോഷമല്ലോ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് വെച്ച് തന്നെയാണ് ഇവർ പറയുന്നത്. ഇവരങ്ങോട്ട് പോയപ്പോൾ വ്ളോഗേഴ്സിനൊക്കെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വരുമോ? ഞാൻ പറഞ്ഞു അവർക്ക് തെറ്റിപ്പറ്റിപ്പോയതായിരിക്കും, അറിയാതെ വന്നതാണ്, അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടൊന്നും വന്നതല്ല, അവരവിടെ നിന്ന് UK-ന്ന് കാണുന്നതല്ലേ, അവർക്കൊരു സന്തോഷം കൊണ്ട് വന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഞാനും ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിന് എല്ലാ സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നിനക്ക് നിൻ്റെ പാഷൻ. എൻ്റെ പാഷൻ എന്തായിരുന്നെന്ന് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാഷൻ, എനിക്ക് ഒത്തിരി ഫീൽഡിൽ പാഷനുണ്ട്. ഫുഡ് പാഷനാണ്, ട്രാവൽ പാഷനാണ്, ക്രിക്കറ്റ് കളി പാഷനാണ്. അപ്പോൾ ഞാൻ ഈ പാഷൻ എല്ലായിടത്തും പോയി കരിയർ ഉണ്ടാക്കാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പാഷൻ്റെ പുറകെ പോയി നമുക്ക് കരിയർ ഉണ്ടാക്കാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ സീരിയസ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കയ്യിൽ ചിക്കിലി ഉണ്ടെന്നുണ്ടെങ്കിൽ പാഷൻ്റെ പുറകെ പോയി കരിയർ ഉണ്ടാക്കാം, ഒരു സംശയമില്ല. നമ്മുടെ കയ്യിൽ ചിക്കിലി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാഷൻ്റെ പുറകെ പോയി കരിയറും നശിപ്പിക്കും, പാഷനും നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് പറയുന്നു. കാരണം എന്താ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ട്രാവൽ ചെയ്യുന്നിടത്തെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് ഈ അടുത്തിടയ്ക്ക് വട്ടവടയിൽ പോയിരുന്നു. വട്ടവട എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്തു നിന്ന് ഏകദേശം നമുക്കൊരു 4-5 മണിക്കൂർ യാത്ര ചെയ്താലാണ് വട്ടവടയിൽ എത്തുന്നത്. വട്ടവടയിൽ ചെന്നിട്ട് അവിടുത്തെ ആ നൈസ് റിമോട്ട് ആംബിയൻസും ആ തട്ടുതട്ടായിട്ട് കിടക്കുന്ന പാടങ്ങളും ഒക്കെ ആസ്വദിച്ച് അവിടെ സൈഡിലിരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേനും അവരോട് കൂടി എൻജോയ് ചെയ്യേണ്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വട്ടവടയിൽ പോയി വ്ളോഗിംഗ് ആയിട്ട് പോയതാണ്. അവിടെ ചെല്ലുന്ന സമയം മുതൽ അടുത്ത 3 ദിവസം ഫുൾ ടൈം എന്തെങ്കിലും കണ്ടന്റ് അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ പരിപാടി. പാഷൻ എന്താണ്? ട്രാവലാണ്. ചെയ്യുന്നത് ട്രാവൽ കണ്ടന്റ് ആൻഡ് ഫുഡ് കണ്ടന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കണ്ടന്റ് ക്രിയേഷനാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഒരു ഫീൽഡിലേക്ക് അങ്ങ് മാറുകയാണ്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കി, നമുക്ക് ശരിക്കും പാഷൻ എൻജോയ് ചെയ്യാൻ പറ്റുമോ അവിടെ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. വട്ടവടെ പോയിട്ട് ഞാൻ എൻജോയ് ചെയ്തേ ഇല്ല. എനിക്ക് ഫാമിലിയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻജോയ് ചെയ്തില്ല. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് പാഷൻ്റെ പുറകെ പോയാൽ ജീവിക്കാം, കരിയർ ഉണ്ടാക്കാം, അതൊരു സൈഡ്. അതിൻ്റെ പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും നിങ്ങൾ തന്നെ ആലോചിക്കുക. എന്താണ് വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു. ഷോർട്ട് ടോക്സ്.